അൽഫാം ടേസ്റ്റിലൊരു ചിക്കൻ മന്തി. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വെക്കുള്ളൂ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുണ്ടത് ഒരു വെറൈറ്റി മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ വെക്കുള്ളൂ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഒന്ന് പാകാക്കി ഒരു പാത്രത്തിന് പാകാക്കി കണ്ട് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ നേരെങ്കിലും ഒന്ന് വെള്ളത്തിൽ കിടന്നോട്ടെ. വെള്ള റൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടു നിൽക്കണേ. അപ്പോൾ നമ്മൾ ഒരു ചട്ടിക്ക് ഇത് അച്ചേൽക്കൊണ്ട് പരത്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്തി വെക്കാൻ ഏറ്റവും എളുപ്പമുള്ളല്ലോ. ബിരിയാണിയൊക്കെ വെക്കണേക്കാട്ടി എളുപ്പമാണ്. എന്നാൽ അതിനേക്കാളും എളുപ്പത്തിൽ ഇത് വെക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അൽഫാമിൻ്റെ ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിത് വെക്കേണ്ടത്. പക്ഷേ അൽഫാമിൻ്റെ അത്രയ്ക്ക് പണിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ ആ ചിക്കനൊക്കെ ഒന്നുകൊണ്ട് പരത്തി വെച്ചിരിക്കണം കേട്ടോ. വലിയ വലിയ പീസ് തന്നെയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ വില കുറഞ്ഞുള്ള നോൽമ്പ് കാലം ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി, കുട്ടികൾക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടിട്ടാ. അറിയാത്തോല് ഇപ്പോൾ ചിക്കന് വില കുറഞ്ഞത് അറിയാത്തോലുണ്ടോ എന്ന് വിചാരിച്ച് കണ്ടിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മൾ അതിക്ക് പാകത്തിന് വെള്ളം വെച്ചുകാണ്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടുകാണ്ട് ഒന്നുണ്ട് ഒരു തിളപ്പിച്ചുകാണ്ട് ഒരു 80% വേവിലുണ്ട് വെന്ത് എടുക്കട്ടെട്ടാ. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പുമ്മൽ വെച്ചുകാണ്ട് അപ്പോൾ നമുക്ക് നയിക്കുന്നൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു 6 കാശ്മീരി മുളകാണ് ഇട്ടത്. അപ്പോൾ ഒരു 2 സ്പൂണ് മല്ലി, പിന്നെ കുരുമുളക് ഉണ്ട് 1/2 സ്പൂണ്, പിന്നെ ഗ്രാമ്പൂ, പിന്നെന്താ ഏലക്കായി ഒക്കെ കൂട്ടിക്കാണ്ട് ഞാനൊന്ന് നന്നായി ഒന്നുണ്ട് വറുത്തെടുക്കണം കേട്ടോ. ഇതിലാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പം നല്ല ജീരകം മാത്രം അവിടെ വെച്ചിക്കണേ. അത് നമുക്ക് ചട്ടി ഓഫാക്കിയതിന് ശേഷം അതിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പം നല്ല ജീരകത്തിന് അധികം വറവ് പാടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ചട്ടിയൊക്കെ തീയൊക്കെ ഓഫാക്കിയതിന് ശേഷം ഞാൻ നല്ല ജീരകം അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ വെന്തുകൊണ്ട് ഇരിക്കണുണ്ട്. അപ്പോൾ ഒരു തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഒരു പാകത്തിനനുസരിച്ചാണ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം കൂടിച്ചിട്ട് കുഴപ്പമില്ല. നമുക്ക് അതിൽ നിന്ന് ആ വെള്ളം കൊണ്ടാണ് ചോറ് വെക്കാനുള്ളത്. അപ്പോൾ ഇനി വെള്ളം അയച്ചിട്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ വേവ് ഇതിലാണ് കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് പകുതി പണിയും കുറയും, ടേസ്റ്റും കൂടും കേട്ടോ. അതിനുള്ള പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഒന്നിങ്ങനെ തിളച്ചൊന്നിട്ട് വേവട്ടെ. അപ്പം ഇനി അത് ആ ചൂടോടുക്കെ തന്നെ ഒരു ഓട്ടപാത്രത്തേക്ക് ഉണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു പാത്രം നല്ല പാത്രം അടിയിൽ വെക്കണം. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ലൈക്കൊക്കെ നന്ന കുറവാണ്, ലൈക്ക് ആരും ഇടണില്ല. അതുകൊണ്ട് നമ്മളെ വീഡിയോ ഒന്നും കൂടി ഒന്ന് മുന്നോട്ട് പോവാണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ഇടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഈ വറുത്ത് വെച്ചതൊക്കെ ചൂടാറിയിക്കണേ. അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് ആ പൊടിക്കണ ജാറിലിട്ട് കാണ്ട് ഒന്ന് അപ്പോൾ മുളകൊക്കെ ഒന്ന് നിവർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് കഷ്ണാക്കി കാണ്ട് ഒന്നടിച്ച് ചതച്ചെടുക്കട്ടെ. നന്നായി പൊടിയണില്ല, ഒരു ക്രഷ് പോലെ ഉണ്ട് പൊടിച്ചെടുക്കണുള്ളൂ കേട്ടോ. അതാട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ തരിതരിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിക്കേണ്ടത്. അപ്പം ഇനി അത് നമുക്ക് ഈ ചിക്കന് തിളപ്പിച്ച പാത്രത്തേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കട്ടാ. എണീച്ചിട്ട് ഇനി വേറൊരു പാത്രം എടുക്കണ്ടല്ലോ. അപ്പോൾ അതായി കിട്ടിക്കണേ. അപ്പം ഇനി ആ ജാറിൽ തന്നെ നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി ഇട്ടാൽ കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് ഒരു 4-5 എടുത്തിക്കണേ. അപ്പോൾ ഞാൻ ഒരു 2 വല്യുള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിക്കണേ. അതിൽ നിന്നും കുറച്ചെടുത്ത് ഒരു 1.5 കാപ്സിക്കം അരിഞ്ഞ് വെച്ചിക്കണേ. അതിൽ നിന്നും കുറച്ചെടുത്ത് പിന്നെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ച മന്തി മസാല ഇട്ടത്. അപ്പോൾ നിങ്ങളടുത്ത് മന്തി മസാല ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ചിക്കൻ ട്യൂബ് അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഞാൻ ഒന്ന് ഇതിലിടുന്നുണ്ട്, അതൊന്ന് കൂടുതൽ ഇടേണ്ടി വരും. അപ്പം മന്തി മസാല 1 സ്പൂൺ ഇടുന്നതുകൊണ്ട് പിന്നെ അത് മതി. പിന്നെ ഒരു ചെറുനാരങ്ങനെ പീയുന്നുണ്ട്. ഒരു പൊളി പീഞ്ഞപ്പം പുളി ഇല്ലാതായപ്പോൾ ഞാൻ ഒരു പൊളിയും കൂടി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അരച്ചതിൻ്റെ ശേഷം ഞാനിതാ കുറച്ച് മല്ലിച്ചപ്പും അതിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതുകൂടി അരച്ചുകൊണ്ട് നമ്മൾ ഈ മസാലയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു പീസ് ഇഞ്ചി ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ചോറ്റിക്കിടാനുള്ളതാണ്. അതിൽ നിന്ന് കുറേശ്ശൊക്കെ ഇതിൽ ഇട്ടുകാണ്ട് അരച്ചതാണിത്. അപ്പം ഇനി നമ്മളിതാ ആ ഒരു പിന്നെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതിൻ്റെ ഒന്ന് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മന്തി മസാല ഇട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 ഇടേണ്ടി വരും. മന്തി മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാണ്. അതിൽ നിന്ന് 1 സ്പൂണ് ഇട്ടിക്കണം കേട്ടത്.
അപ്പോൾ അതാ നമ്മൾ പിന്നെ ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ എനിക്ക് കളറ് വേണമെങ്കിൽ കളർ ഇടാം. അപ്പോൾ ഒരു ഫോട്ടോത്തിനൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം കളർ ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ കളറില്ലാതെയാണ് കാരണം നല്ലത്. കളറ് അങ്ങനെ നല്ലതല്ലല്ലോ. അപ്പോൾ ഫോട്ടോത്തിനൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം കളർ ഇട്ടതാണ്. അപ്പോൾ ചിക്കനൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഉപ്പൊക്കെ ഒന്ന് തിന്ന് നോക്കട്ടെ. നമുക്ക് ഉപ്പ് പാകമുണ്ടാന്ന് നോക്കണമെങ്കിൽ 80% ഇവിടെ വെന്തിക്കണേ. ഇനി ബാക്കിയേ വേവാനുള്ളൂ. അപ്പോൾ അതന്നെ ഒരു ആക്കാണ് നമുക്ക് ഒരു പണിക്കൊരു ഭയങ്കര ഒരു എളുപ്പമാകലാട്ടോ, ഈസി ആവലാണ്. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിക്കണേ. അപ്പം ഇനി അതൊക്കെ അവിടെ ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെട്ടാ. അപ്പം ഞാൻ ഒരു പിന്നെ 200-ൻ്റെ സൺഫ്ലവർ ഓയിൽ കൊടുന്നാട്ടത്. അപ്പം അതിന് കുറച്ചധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുള്ളായിട്ട് ഞാൻ എടുത്തപ്പോൾ 100 അയക്കണം കേട്ടോ, 100 ഗ്രാം അയക്കണേ. അപ്പോൾ അത് കുറച്ചിട്ടുകാണ്ട് ഞാൻ അയക്കതായി നമ്മൾ ബാക്കി വെച്ച ഉള്ളി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് പട്ട, ഗ്രാമ്പൂ, അധികം എടുത്തച്ചിൻ്റെ കുരുമുളക് ഒക്കെ അധികം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതൊന്ന് മൂത്തിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ച വലിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് കുറേശ്ശെ പിന്നെ ചിക്കൻക്ക് അരച്ചപ്പെട്ടിക്കണേ അതിൻ്റെ ബാക്കിയാണിട്ടത് അതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഫുള്ളായിട്ട് ഉപ്പിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി വയറ്റിലായും ചെയ്ത് അതിലേക്കുള്ള ഉപ്പ് ഇടലുമായിട്ടാണ്. അപ്പോൾ ഇതാ 1 സ്പൂണ് കൂടി പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഇതാ ഞാനൊരു വലിയൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞാണ്ട് അതും അതിൽ ഇട്ട് കൊടുത്തിക്കണേ. ചെറുതാണെങ്കിൽ 2 എടുക്കേണ്ടി വരും. പിന്നെ നമ്മളെ ക്യാപ്സിക്കം ഉണ്ടല്ലോ 1.5 ക്യാപ്സിക്കാണ്. അപ്പോൾ ആദ്യം കുറച്ച് ചിക്കനിലിട്ട് അതിൽ ബാക്കിയാണിട്ടത് അതും അതിൽ ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഒരു ക്യൂബ് ഇടല്ല, മാഗി ക്യൂബ് അതും ഇട്ട് കൊടുത്ത് ഞയ്ക്കും തന്നെ ഞാനൊരു 1/2 സ്പൂണ് മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മന്തി മസാലയാണത്, ഒരു 1/2 സ്പൂൺ തന്നെ ഉള്ളൂ. അപ്പോൾ അത് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം നന്നായി വഴറ്റോട്ടെ. എന്നിട്ട് പിന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ട് വാരി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആ അരി ഇട്ട് കൊടുക്കുക. 1 കിലോ അരി കേട്ടോ, 1 കിലോ അരി 1 കിലോ ചിക്കനാണ്. ഞാൻ ആദ്യം പറഞ്ഞാവോ. അപ്പോൾ ഞാൻ അതിലിട്ട് കാണ്ട് ഒന്ന് 2 മിനിറ്റ് നേരം നമുക്കൊന്നുണ്ട് വറുത്തെടുക്കട്ടോ. അപ്പോൾ ഈ ചിക്കൻ തിളപ്പിച്ച വെള്ളവും അതിക്ക് പാകത്തിന് വെള്ളം വെച്ചുകാണ്ട് ഒരു 2 പാത്രം വെള്ളം അരിൻ്റെ ഇരട്ടി വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടും വേണ്ട കുറയും വേണ്ട, അതിക്കനുസരിച്ച് വെള്ളം ആയിക്കോട്ടെ. അപ്പോൾ ഇരട്ടി വെള്ളം 2 പാത്രം വെള്ളം ഞാൻ അതിക്ക് ഒഴിച്ച് കൊടുത്തേക്കണേ. അപ്പം ഇനി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് കുക്കർ മൂടട്ടെ. അത് മന്തി കുക്കറാണ്. ഈ ചെമ്പട്ടിയിലാണെങ്കിൽ അങ്ങനെയും വെക്കാം, ബിരിയാണി പോട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിലാണെങ്കിൽ അതിലും വെക്കട്ടോ. ഇതിൽ വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഉപ്പൊക്കെ പാകത്തിന് അയക്കണമെന്ന് നോക്കിക്കാണ്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഉപ്പ് വല്ലാതെ മുന്താൻ പാടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പാകത്തിന് ഇട്ടിട്ടുള്ളൂ. ഞാൻ രാത്രിക്കൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കുഞ്ഞു പരിപാടി വെച്ചാൽ നമ്മളെ ഇപ്പാൻ്റെ ആണ്ടാണ് കേട്ടോ. അപ്പോൾ അധികം ആളൊന്നുമില്ല. അപ്പോൾ മൊലേരുണ്ട്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കുടുംബക്കാരൊക്കെ കാണുന്നതാണ്. അപ്പോൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മരിച്ചവരെ ആണ്ടൊക്കെ അറിയേണ്ടത് നല്ലതല്ലേ, അതുപോലെ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിക്കോളും. അപ്പോൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ. അപ്പം നമ്മളെ ചിക്കന് നമുക്ക് പൊരിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഈ ഓയിൽ കുറച്ചധികം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ വെന്തതല്ലേ, അപ്പം ഞാൻ അതിൻ്റെ ആ പുറമൊക്കെ ഒന്ന് നെരിയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അൽഫാമിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് വരൽ. ഈ മസാല ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പം പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും ചെയ്യും. മറ്റേത് ഈ പച്ചക്കോയി ഇങ്ങനെ ഇടുമ്പോൾ കുറേ തിരിച്ചും മറിച്ചിട്ട് ഭയങ്കര പണി, എനിക്കൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ അങ്ങനെ തോന്നൽ. ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു എളുപ്പമാണ്, നല്ലൊരു ഈസി ആയിട്ട് നമുക്ക് വെച്ചെടുക്കാം കേട്ടോ. വെന്തും ചെയ്തോളൂ, ചിക്കൻ നല്ല വെന്തും ചെയ്തോളൂ. അപ്പോൾ ഓയിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എപ്പോഴും ഓയിലൊക്കെ എപ്പോഴും കുറച്ചല്ല നല്ലത്. അപ്പോൾ നന്നായി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം കേട്ടോ, കരിഞ്ഞു പോവും. കരിയാതെ ഇങ്ങനെ ഒരു നെരിച്ചില് കിട്ടണം. പിന്നെ നമ്മൾ ലേശം മല്ലിച്ചപ്പ് ബാക്കിയുള്ളത് അത് ഇതിക്കും കുറച്ചിട്ട് കൊടുത്ത് കുറച്ച് ചോറ്റിക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി.
ഒരിക്കലെങ്കിലും നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുക്കറ് ഒക്കെ ഒരു ഇത് വിസിലടിക്കൂല കേട്ടോ. ഞാൻ അങ്ങനെ ടൈം കണക്കാക്കലാണ്. അപ്പോൾ ഒരു 7 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു 7 മിനിറ്റ് അത്ര വേഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി ആ മല്ലിച്ചപ്പും അതിൽ ഇട്ട് കൊടുത്ത് ഇനി നെയ്യൊക്കെ വേണമെങ്കിൽ ഒഴിച്ചട്ടെ. ഞാൻ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, രാത്രിയാണ്. നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ നമുക്കങ്ങനെ കുട്ടികളൊന്നുമില്ല, ഉള്ളത് വലിയ ആൾക്കാരാണ്. അപ്പം പിന്നെ നെയ്യൊക്കെ കുറക്കണ്ടല്ലോ നല്ലത്. അപ്പം ഞാൻ ആ ഇറച്ചിയൊക്കെ ചിക്കൻ ഉണ്ടല്ലോ അതൊക്കെ അയക്കാണ്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് പുക കൊടുക്കാം. അപ്പം പിന്നെ കണലൊക്കെ കോരിട്ടുകാണ്ട് ആ ഓയിൽ തന്നെ കുറച്ച് അയക്ക് ഒഴിച്ച് കൊടുത്തുകാണ്ട് ആ പുക ഉണ്ടായിക്കോട്ടെ. കുക്കറിലാവുമ്പോൾ നല്ല പുക കിട്ടും ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ചോറ് വിളമ്പിക്കാണ്ട് പ്ലേറ്റിൽ വിളമ്പിക്കാണ്ട് ഇറച്ചിയൊക്കെ എടുത്ത് വെച്ചിന് കേട്ടോ, ഉടഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചുകാണ്ട്. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ മേലെ ഇങ്ങനെ പരത്തി വെച്ചിക്കാണ്. പിന്നെ ഒരു പിരി ചിക്കനും ഉണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.